ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് എവരിബഡി. ജോമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ നാലാമത്തെ ദിവസം, ക്രിസ്മസ് സീരീസ് നാലാമത്തെ ദിവസം ഒരു ബീട്രൂട്ട് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ബീട്രൂട്ട് കേക്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരു കപ്പ് ബീട്രൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തത്. ഇതിന് ഓവനോ ബീറ്ററോ വിസ്കോ ഒന്നും വേണ്ട കേട്ടോ. ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഒരു കപ്പ് 250 ml ഇതാണ് ഒരു കപ്പ് എന്ന് പറയുന്നത്. ഇത് അളന്നിങ്ങനെ വെച്ചിരിക്കുക. അപ്പം ഇത് ഒരു കപ്പ് ബീട്രൂട്ട് കാണാമല്ലോ. കേക്ക് ആയതുകൊണ്ട് ഇന്ന് മുടിയെല്ലാം പൊക്കി കെട്ടി വെച്ചിരിക്കുക, അല്ലേ അറിയാലോ. അപ്പൊ ആദ്യമായിട്ട് ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ബീട്രൂട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യിൽ ഈ ബീട്രൂട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിന്റെ ആ ഒരു കമർപ്പ് ഒക്കെ ഒന്ന് പോയി നല്ല ടേസ്റ്റ് ആകാൻ വേണ്ടിയാണ്. ഒരു 5 മിനിറ്റ് ഒന്ന് ചുമ്മാ നെയ്ക്കകത്ത്, ഒരു ടേബിൾ സ്പൂൺ നെയ്ക്കകത്ത് ഒരു പാനിനകത്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഞാൻ അതൊന്നുകൊണ്ട് ചെയ്തിട്ട് വരാമേ. പിന്നെ ഇതിലേക്ക് ബീട്രൂട്ട് ഇട്ട് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിക്കൊണ്ട് വരാം, ഒരു 5 മിനിറ്റ് കേട്ടോ. ഇപ്പോൾ വരാവേ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്, ഒരു 1/2 കപ്പ് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഒരു പാനിലിട്ടൊന്ന് ഒരു ചെറിയ ഡാർക്ക് ബ്രൗൺ ആവുന്നവരെ, ഒത്തിരി കട്ടിയായി പോകരുത്. 1/2 കപ്പുണ്ട്. ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ബീട്രൂട്ട് ഈ പരുവത്തില് നന്നായിട്ട് ഭയങ്കര ഡ്രൈ ആയി പോകരുത്. ഇത് കണ്ടോ, വാടി എല്ലാം വെള്ളമൊക്കെ പറ്റി കണ്ടോ, ഇങ്ങനെ ആക്കിയെടുത്തു. ഇതുപോലെ ബ്രൗൺ ആയി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം സൂക്ഷിച്ച് മാറി നിന്ന് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ മാറി നിന്ന് ഒഴിച്ചു കൊടുക്കണം. ഒരു 1/2 കപ്പ് വെള്ളം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് യോജിച്ച് വരുവേ. വെള്ളവും ആ സിറപ്പും കൂടെ നല്ലതായിട്ടൊന്ന് യോജിച്ച് വരും. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് ഇളക്കണം. ബീട്രൂട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, അത് പിന്നീട് ആവശ്യമുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി ഡ്രൈ ആക്കി എടുക്കുക. ഒത്തിരി ഹാർഡായിട്ട് പോകരുത്, നല്ല സോഫ്റ്റ് ആകണം, അല്ലെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോകും. അതൊന്ന് ശരിയാകട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡേറ്റ്സും, ശകലം മതി, ഒരു 2-3 ഡേറ്റ്സും ഇഷ്ടമുണ്ടെങ്കിൽ കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് കടിക്കണമല്ലോ. ഒരു ഡേറ്റ്സും ഒരു 5-6 കിസ്മിസും ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന്, ഒത്തിരി പറ്റല്, എന്നാൽ ചെറുതായിട്ട് പറ്റുകയും വേണം. ഇതിപ്പോൾ ഇച്ചിരി പറ്റാനുണ്ട്, ഇച്ചിരി കൂടെ പറ്റട്ടെ കേട്ടോ. ഇതിനകത്ത് പറ്റുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കിസ്മിസും ഡേറ്റ്സും ഇട്ട് കൊടുത്താൽ അത് അതിനകത്ത് എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായി വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇടണം. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് പറ്റി വരട്ടെ കേട്ടോ. ഒത്തിരി പറ്റില്ല, തണുക്കുമ്പോൾ അങ്ങ് ഡ്രൈ ആയിരിക്കും. ഇപ്പം ഇതിങ്ങനെ നല്ല പറ്റി പരുവത്തിനായിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്നോട്ടെ. ഇനി തണുക്കുമ്പം കുറച്ചുകൂടെ അങ്ങ് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാവേ. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് അവിടെ വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ്, ഒരു 1/2 കപ്പ് പഞ്ചസാര നമ്മൾ ഞാൻ നേരത്തെ കുറച്ചിങ്ങനെ പൊടിച്ച് ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കുവേ.
കാരണം മിക്കവാറും ഇങ്ങനെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഒക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പം ഞാൻ ഗ്രാമ്പൂ പിന്നെ നമ്മുടെ ജാതിയുടെ പത്രിയില്ലേ അതൊരു ശകലം, ജാതിക്ക കുരുവില്ലേ അതിൻ്റെ ഒരു ശകലം, എല്ലാം ഇച്ചിരി ഓവറാകരുത്. പിന്നെ ഏലക്ക ഏറ്റവും കുറച്ച്, എനിക്ക് ഏലക്കയുടെ ആ ഒരു ഇത് ഒത്തിരി ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ഏലക്ക കുറച്ച് ഒരു 1-2 ഏലക്കയൊക്കെ കുറച്ച് കൂടുതൽ ഞാൻ അങ്ങ് പൊടിച്ച് വെക്കും. ഒരു 1/2 കപ്പൊക്കെ കാണും, അതങ്ങനെ പൊടിച്ച് വെക്കും. അപ്പോൾ അതിതാ ഒരു 1/4 ടീസ്പൂണുണ്ട് ഗ്രാമ്പൂ ഈ ഞാൻ പറഞ്ഞതെല്ലാം കൂടെ പൊടിച്ചത്. അപ്പോൾ ഇതാ നമ്മൾ 1/2 കപ്പ് പഞ്ചസാര. ഇനി ഇതൊന്ന് മിക്സി പൊടിച്ചെടുക്കണം. ഈ ഗ്രാമ്പൂ ജാതിക്ക കുരു ഒക്കെ പൊടിച്ചതേ അതൊരു 1/4 ടീസ്പൂണുണ്ട്. അതും ഈ പഞ്ചസാരയും കൂടെ നമ്മൾ വലിയ സ്പൂൺ എടുത്തുകൊണ്ട് വരാതെ എന്തൊരു ഇതാന്ന് നോക്കി, ഞാൻ കഴുകാനുള്ള മടിക്ക് ചെറിയ ഇത് 5 മില്ലിയുടെയാണ്, അത് 1 ടീസ്പൂണിൻ്റെയാണ്. 1/2 കപ്പ് പഞ്ചസാരയുണ്ട്. ഇനി ഇതുകൂടെ ഒന്ന് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം, നല്ലതായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചു കൊണ്ടുവരട്ടെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 കോഴിമുട്ട എടുത്ത് ഈ മിക്സിയുടെ ജാറിലൊന്ന് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം. അതിനകത്ത് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കണം. അപ്പോൾ ഇത്രയും കാര്യം നമുക്കൊന്ന് ആദ്യമേ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെയ്തുകൊണ്ട് വരട്ടെ. അപ്പോൾ നമ്മൾ മുട്ടയും ആ വാനില എസൻസൂടെ നന്നായിട്ട് അടിച്ച് നല്ല പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നല്ലോ. ഇനി നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാരയില്ലേ അത് നമ്മൾ ഇതിലേക്കിട്ട് ഒന്ന് ഹൈ സ്പീഡിൽ ഒന്ന് ഒരു മിനിറ്റൊക്കെ ഒന്ന് ഹൈ സ്പീഡിൽ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് ചെയ്തിട്ട് വരാം. അപ്പോൾ പഞ്ചസാരയും കൂടെ ഇട്ടതേ നമ്മൾ നന്നായിട്ടത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ പഞ്ചസാരയും മുട്ടയും വാനില എസൻസും എല്ലാ സംഗതിയും ഇതാ ഇതിനകത്ത് അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, ഞാൻ സൺഫ്ലവർ എടുക്കുക, അത് മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് ലോ സ്പീഡിൽ 1 മിനിറ്റ് ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മളെല്ലാം അടിച്ചെടുത്തു. അടുത്ത ഇനി നമ്മളുടെ ബീട്രൂട്ട് വഴറ്റി വെച്ചത് ഭയങ്കരമായിട്ട് തണുക്കണം കേട്ടോ, ചൂട് കാണരുതേ. അതിലേക്ക് നമ്മൾ ഈ അടിച്ച് വെച്ചിരിക്കുന്ന ഇത് ജാറിൽ നമ്മൾ റെഡിയാക്കിയെടുത്തത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിക്കൊണ്ടിരിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മൾ ബേക്ക് ചെയ്യേണ്ട ടിന്നും ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ 1 കപ്പ് മൈദ, നല്ല അരിച്ചെടുത്ത മൈദ, 1 കപ്പ് മൈദ എടുത്ത് അതിലേക്ക് വീണ്ടും നമ്മളത് അരിച്ചെടുക്കണം. ആദ്യം അരിച്ചു വെച്ചതായിരിക്കണം. എത്ര പ്രാവശ്യം അരിക്കുന്നോ അത്രയും നല്ലതാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്, നെയ്ക്കകത്ത് വഴറ്റിയതിൻ്റെയും എല്ലാം നല്ല മണം വരുന്നുണ്ട്, നല്ല കളറുമാണ് കണ്ടോ, ഭയങ്കര ഡാർക്ക് നല്ല കളറുമാണ്. നല്ല മിക്സ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മൈദ, 1 കപ്പ് മൈദ കേട്ടോ, കുത്തി നിറയ്ക്കരുത്,
ആവശ്യത്തിന് ചുമ്മാ ഇങ്ങനെ ഇടുകയേ ചെയ്യാവുള്ളൂ, കുത്തി നിറയ്ക്കരുത്. 1 കപ്പ് മൈദ. ഇതിലേക്ക് 1 കപ്പ് മൈദയുടെ അളവാണ് ഞാൻ പറയുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ സോഡ, 1/4 ടീസ്പൂൺ ഇന്ദുപ്പാണ്. ആവശ്യത്തിന് ഒരു 2 നുള്ളു മതി. ഇത്രയൊന്ന് മിക്സ് ചെയ്യണം. ഇതിനകത്ത് ഒരു നുള്ള് നമ്മൾ ആ പൊടിച്ച മസാലയില്ലേ, ഒരു പ്രത്യേക ഫ്ലേവറാണ്. ശക്കല 1 നുള്ള് മതി. ഇനി നമുക്കിതൊന്ന്, ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചരിച്ച് കുറേശ്ശെ ഇങ്ങനെ ഇളക്കി അരിച്ചരിച്ച് ഇങ്ങനെ അത് ഫുള്ളും അരിച്ചിട്ട് കൊടുക്കണം. ഞാനിങ്ങനെ പതുക്കെ ഓരോ സ്റ്റെപ്പായിട്ട് പറയും, നിങ്ങൾക്ക് അറിയാൻ മേലാത്ത ബിഗിനേഴ്സിന് എളുപ്പമെന്ന്. ഞാനിതിങ്ങനെ ഉണ്ടാക്കി പഠിച്ചതല്ലേ, കേക്കിൻ്റെ ക്ലാസ്സിനൊന്നും ഞാൻ പോയിട്ടില്ലല്ലോ. ഉണ്ടാക്കി പഠിച്ചു. യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ട് പഠിച്ചതാട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ, ഭയങ്കര മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ഭയങ്കര ബിഗ് യൂട്യൂബർ, അപ്പം ബീട്രൂട്ട് കേക്ക് ഉണ്ടാക്കി. അപ്പോഴേ ഞാൻ വിചാരിച്ചു എന്നാൽ ക്രിസ്മസ് സീരീസിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. ബീട്രൂട്ട് വാങ്ങിച്ച് ഉണ്ടാക്കാൻ, നല്ല കളറുള്ള ബീട്രൂട്ടായിരുന്നു ഈ കേക്ക്. അപ്പം അതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇളക്കി നല്ല യോജിപ്പിച്ചെടുക്കണം. ക്യാരറ്റിൻ്റെ ഉണ്ടാക്കുമ്പം ഓറഞ്ച് കളറാണ്, ഇത് നല്ല ഡാർക്ക് വയലറ്റ് കളറ്. ഒത്തിരി ഇട്ട് വട്ടത്തിൽ കുത്തി ഇളക്കണ്ട, ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ. പക്ഷെ നല്ല മിക്സാണ്. നമ്മൾ ഇതിനകത്ത് ഫുള്ളും മൈദ ഇട്ടില്ല, ഒരു ടീസ്പൂൺ മൈദ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് നട്ട്സ്, കാഷ്യൂ നട്ട്സ് ഈ മൈദയ്ക്കകത്ത് ഇടുന്നത് എന്തിനാണെന്നറിയാവോ? നമ്മൾ ഈ ഡയറക്റ്റ് ഇതിലിട്ട് ഇളക്കുമ്പോൾ പിന്നെ കേക്ക് ഉണ്ടായി വരുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ അടിയിൽ വന്ന് ഇതെല്ലാം കിടക്കും. അപ്പം മൈദയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇടുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ വ്യാപിച്ചിരിക്കും. നട്ട്സ് എത്ര ഇട്ടാലും നല്ലതല്ലേ. അതൊന്ന് ഫുള്ളായിട്ടുള്ള കാഷ്യൂ അല്ല, ബ്രോക്കൺ നട്ട്സ് കിട്ടുമല്ലോ. ഇങ്ങനെ ബ്രോക്കൺ നട്ട്സ് നന്നായിട്ട് പൊടിഞ്ഞതല്ല, ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് ഫുള്ളല്ലാത്തത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഓവൻ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഓവനും നമ്മളുടെ കേക്കിൻ്റെ ബേക്കിംഗ് ട്രേയും. ഇനി അതൊന്ന് നമ്മൾ കുറച്ച് ബട്ടർ തേച്ച്, ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് ബട്ടർ നന്നായിട്ടങ്ങ് തേച്ച് കൊടുത്താൽ മതി ടിന്നിൽ. ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ വീഡിയോയിൽ കണ്ടതുപോലെ അതേ രീതി ചെയ്യുക. ഇനി ഞാനിത് കുറച്ച്
വ്യത്യാസങ്ങളൊക്കെ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഇപ്പം ഇത് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കുറച്ചുകൂടെ ആഡ് ചെയ്യും കാര്യങ്ങൾ. അത് എന്നാന്ന് ഞാൻ പറയാം. ഇതിപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പം ഇത് നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രേ ഒന്ന് ശരിയാക്കാം. ഈ ബേക്കിംഗ് ട്രേയിൽ നന്നായിട്ട് ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ബട്ടർ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ ബട്ടർ പേപ്പർ എല്ലാം തീർന്നു. കേക്ക് നന്നായിട്ട് ഇളകി ഇങ്ങ് പോരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ചെറിയ ചൂടുണ്ടേ, ചൂട് നന്നായിട്ട് പോയിട്ട് വേണം ഈ ബാറ്റർ ഒഴിക്കാൻ വേണ്ടി. ഇതൊന്ന് നന്നായിട്ട് തണുക്കട്ടെ കേട്ടോ. തണുക്കട്ടെ. അപ്പോൾ നമ്മളുടെ ട്രേ നന്നായിട്ട് നമ്മൾ ബട്ടർ എല്ലാം തേച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ചെറിയ ചൂടേ ഉള്ളൂ ട്രേക്ക്, അത് കുഴപ്പമില്ല. ചെറുതായിട്ടൊന്ന് കുറച്ച് മൈദ ഇങ്ങനെയൊന്ന് സ്പ്രെഡ് ചെയ്യുന്നതല്ല, പെട്ടെന്ന് ഇളകി വരാൻ. ഇനി ഇത് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ചെയ്യേണ്ടത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ച വഴറ്റിയ ബീട്രൂട്ട് ഇല്ലേ, അതൊന്ന് ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലതായിട്ടൊന്ന് കേട്ടോ. ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇച്ചിരി മാറ്റി വെച്ചില്ലേ, അത് ഇതിൻ്റെ മേളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. അവിടെ വെച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ഇത് കാണുന്നില്ല, ഞാൻ അങ്ങോട്ട് കൊണ്ട് കാണിക്കാം കേട്ടോ. അപ്പം അതങ്ങനെ ഇട്ടു. ഇനി നമുക്കിതാ കാഷ്യൂ ഇതിൻ്റെ മേളിലൊന്ന് വെച്ച് കൊടുക്കാം. അമക്കി വെക്കണ്ട, വെറുതെ വെച്ചാൽ മതി, അല്ലെങ്കിൽ തന്നെ താന്നു പോകും. ചുമ്മാ ഇങ്ങനെ ഒന്ന് മേളിൽ കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം ഓക്കെ ആയി. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കിത് കാണാമല്ലോ. ചെരിക്കാൻ പറ്റത്തില്ല, ഒത്തിരി ചെരിച്ചാൽ അതങ്ങ് ഇതായിപ്പോയല്ലേ. അപ്പോൾ നമുക്കിനി 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ബബിൾസ് പോയോ നമ്മളുടെ അപ്പോൾ ദാ ഞാൻ ഹാപ്പിയായി. നമ്മളുടെ കേക്ക് എല്ലാം ബേക്കായി, നല്ല സോഫ്റ്റാണ് കേട്ടോ, സൂപ്പർ. ഇനി നമുക്കിത് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷമേ പ്ലേറ്റിലോട്ട് ഇടാവുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടല്ലോ പൊട്ടിപ്പിടിക്കും. സക്സസ് കുഞ്ഞു. ഇനി ഇത് നമുക്ക് തിരിച്ചു നമ്മുടെ ബീട്രൂട്ട് കേക്ക് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, നല്ല ബട്ടറിൻ്റെ. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. കത്തി ഭയങ്കര നീളമാണ് അല്ലേ? അവിടെ കൊണ്ടേ കാണിച്ചോളാം. ആഹാ, ഞാൻ അങ്ങോട്ട് കൊണ്ടേ കാണിക്കാമേ. ഇതാ കാണാവോ, നല്ല ഫ്ലഫി. അയ്യോ
ദാ കാണാവോ? ആഹാ, നന്ദി യേശുവേ നന്ദി. കണ്ടോ, സൂപ്പർ അല്ലേ? നോക്കിയേ, ഇതുണ്ടോ, സൂപ്പർ അല്ലേ? നീ കഴിച്ചു നോക്കട്ടെ. സ്തോത്രം. ആ കുഞ്ഞു വാ. പറയാൻ വാക്കുകളില്ല, എത്ര വേണേ കഴിച്ചു പോകും. ഇത് പ്ലം കേക്കിന്റെ വേറൊരു വെറൈറ്റി കേട്ടോ. അസൽ പ്ലം ആണെന്ന് തോന്നിപ്പോവും. ഓ, നട്ട്സൊക്കെ, ഇടയ്ക്ക് നട്ട്സൊക്കെ അല്ലേ, അതെല്ലാം അങ്ങ് കഴിക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടില്ലേ, ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് എൻ്റെ ഒരു സിഗ്നേച്ചർ ഐറ്റമാണ്. ഞാൻ സൂപ്പറായിട്ട് ദൈവം സഹായിച്ചുണ്ടാക്കും. ഇതിപ്പോൾ ക്യാരറ്റിന് പകരം ബീട്രൂട്ട് അത്രേ ഉള്ളൂ. സൂപ്പറായിട്ട് നല്ല കളർ. ഇതുണ്ടോ, സൂപ്പർ അല്ലേ? ഞായറാഴ്ച ചാച്ചവെട്ടി ഇച്ചിരി കൊടുക്കാം. എൻ്റെ അമ്മയ്ക്ക് പ്ലം കേക്ക് ഭയങ്കര ഇഷ്ടം. ഇത് പ്ലം അല്ല കേട്ടോ, പ്ലമ്മിന് നല്ലതായിട്ട് ഡ്രൈ ഫ്രൂട്ട് സ്റ്റോക്ക് ചെയ്തെല്ലാം വേണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേണം. സൂപ്പർ അല്ലേ? ഒരു പീസ് കൂടെ കഴിക്കട്ടെ. ഇതിന്റെ തീരും തോന്നുന്നു. ആ, എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ, അതുപോലെ ടേസ്റ്റാ. മധുരം എല്ലാം കറക്റ്റ്. നമ്മളുടെ ആ ഗ്രാമ്പും ഏലക്ക അധികം ഇടരുത്. ഏലക്ക ഇട്ട് ഒരു ഓയിലൊക്കെ വിളയിക്കുമ്പോൾ ഏലക്ക കൂടുതലിട്ട് ചുക്കിൻ്റെ ഒക്കെ ഒരു ഇത് വരെ എനിക്കിഷ്ടമല്ല. ഞാൻ ഗ്രാമ്പും പിന്നെ ജാതിപത്രി, ജാതിക്കാപ്പൊരു ഇത്രയാ ചേർക്കുന്നത്. സൂപ്പറാണ്. കറുവായി എടുത്ത് എനിക്കിഷ്ടമല്ല. അത് ഭയങ്കര ഓർഡറാട്ടോ, ഓർഡറാ. ആ മോനെ, ഇത് തൂക്കി നോക്കി, ഞാൻ മെഷീൻ ഒന്ന് എടുത്തേ, തൂക്കി നോക്കട്ടെ ഈ അളവിൽ എത്ര കിലോ കിട്ടുമെന്ന്. ഇതിപ്പോൾ കഴിച്ചതാണ്, നമ്മളൊന്ന് നോക്കി എത്രയാണെന്ന് നോക്കിയാൽ മതിയില്ല. ടേസ്റ്റിലാണ്, ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ എൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്യുന്നത് ഇതിനകത്ത്. മെഷീനിങ്ങിട്ട് സൂപ്പർ പ്ലാസ്റ്റിക്, നല്ല കളറും. ഫോട്ടോ എടുത്തില്ല, അതിനു മുമ്പ് കഴിച്ചു. പ്ലേറ്റിന്റെ വരുമല്ലോ. ആ, ഇതിപ്പോ പ്ലേറ്റും കൂടെ കൂടിയാ ഇത് 896 കാണിക്കുന്നത്. അപ്പൊ പ്ലേറ്റിന്റെ വരും. പക്ഷെങ്കിൽ 896 നമുക്ക് കൂട്ടാം, 900 കൂട്ടാം. അതായത് 1 കിലോ എന്ന് പറയുമ്പോൾ വിപണിയിലെ 900 അല്ലേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് 850 കൊടുക്കുള്ളൂ, 900 കൊടുക്കുക. നിൽക്കുക, 1 മിനിറ്റ് പ്ലീസ്. ഇപ്പൊ നമ്മൾ ഇത്രയും കഴിച്ചില്ലേ, ഒരു 50 ഗ്രാം കഴിച്ചു. അപ്പൊ എന്തായാലും 1 കിലോ കേട്ടോ. 1 കിലോ എന്ന് പറയുമ്പം ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിന് ഇപ്പോൾ 650 700 അങ്ങനെ എങ്ങാണ്ടാണ് തോന്നുന്നു. ഈ വർഷം കൂടിയിട്ടുണ്ട്. അപ്പൊ ഇത് ബീട്രൂട്ടാണ്. നമുക്കൊരു 650 രൂപയ്ക്ക് കൊടുക്കാം 1 കിലോ. അപ്പൊ 1 കിലോ ഉണ്ട് കേട്ടോ. സൂപ്പർ സാധനം കേട്ടോ, സൂപ്പർ. ഇതിനിപ്പോ ഇന്ന് കഴിക്കുന്നതിലും ടേസ്റ്റ് നാളെ കഴിക്കുമ്പോഴാണ്. പുറത്ത് തന്നെ വെക്കണം, അകത്ത് വെക്കുമ്പോൾ. നാളെ കഴിക്കുമ്പോ അതിഗംഭീര ടേസ്റ്റാ. അപ്പൊ ഓക്കേ, പകുതി കേക്ക് പിടിച്ച ഫോട്ടോ എടുക്കുന്ന ഇനിയിപ്പോ
അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ഒരിക്കൽ കൂടെ.